ഈശ്വര ചൈതന്യം പ്രകൃതിയും ജീവികളും സസ്യജാലങ്ങളുമാണെന്ന് ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്ന ഒരു ക്ഷേത്രമുണ്ട് ആലപ്പുഴയിൽ. നൂറുകണക്കിന് കുരങ്ങന്മാരുടെ വാസം കൊണ്ട് പ്രസിദ്ധമാണ് ചെങ്ങന്നൂർ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം. ചെങ്ങന്നൂർ താലൂക്കിലെ ബുധനൂർ, പുലിയൂർ പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്നതാണ് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം. നൂറുകണക്കിന് വരുന്ന കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയാലും ഭക്തിയുടെ നിറച്ചാർ തണിഞ്ഞ വനാന്തരീക്ഷത്താലും അപൂർവ ഔഷധ സസ്യങ്ങളാലും ആവരണം ചെയ്തതാണ് ക്ഷേത്ര പരിസരം. 10.5 ഏക്കറോളം ഭൂവിസ്തൃതിയുള്ള ക്ഷേത്ര സങ്കേതത്തിൽ 9 ഏക്കറോളം നിബിഡമായ കാടാണ്. ഈ ദേവസ്ഥാനത്ത് ദർശനത്തിനെത്തുന്നവരെ ആദ്യമായി അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുന്നത് കാവിനുള്ളിൽ ചിരകാലമായി സ്വൈരജീവിതം നയിക്കുന്ന വാനര സംഘമാണ്. മനുഷ്യരുമായി നിർഭയം ഇടപഴകുന്ന ഈ സാധുജീവികളുടെ സാന്നിധ്യം കൗതുകമുണർത്തുന്നതാണ്. പടഹാദിയോട് ക്ഷേത്ര ഉത്സവം ആരംഭിക്കുന്ന അല്ലെങ്കിൽ തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുന്ന ചിലപ്പം ലോകത്തിലെ തന്നെ ഒരു പ്രത്യേകതരമുള്ള ഒരു ക്ഷേത്രമാണ് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന നിൽക്കുന്ന ഈ മരമടക്കമുള്ള കലാദികാലങ്ങളിൽ നിൽക്കുന്ന വൻ മരങ്ങൾ, പൈനെ അതേപോലെയുള്ള ധാരാളം മരങ്ങൾ നിറഞ്ഞ വൻ മരങ്ങളും ഔഷധ സസ്യങ്ങളും വള്ളികളും നിറഞ്ഞ ഒരു 10 ഏക്കർ വനഭൂമിയാണ്. വിസ്തൃതമായ കാവിനുള്ളിൽ തെക്കും വടക്കുമായി 2 ക്ഷേത്രങ്ങളാണുള്ളത്. വടക്കേ കാവിലാണ് പ്രധാന ക്ഷേത്രം. ആചാരാനുഷ്ഠാനങ്ങളിലും ദേവതാ സങ്കല്പങ്ങളിലും മറ്റ് കാളിക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായ പല സവിശേഷതകളും ഈ ക്ഷേത്രങ്ങൾക്കുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട അപ്രകാശിതമായ പുരാവൃത്തം ഇന്നും ഐതിഹ്യങ്ങളിലും അഭ്യൂഹങ്ങളിലും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. വള്ളിക്കാവിലും വടക്കേ കാവിനുള്ളിലെ മൂലസ്ഥാനത്തേക്കും ക്ഷേത്രവിധി പ്രകാരം സ്ത്രീകൾക്കിന്നും ദർശനം നിഷിദ്ധമാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണ പൂജയും അവിടെ അനുവദനീയമല്ല. പാരമ്പര്യാവകാശമുള്ള കുറുപ്പന്മാരാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. വടക്കേക്കാവ് രൗദ്രഭാവത്തിലുള്ള ദേവീഭാവ രൂപവും തെക്കേക്കാവ് ശാന്തരൂപത്തിലുള്ള ദേവീഭാവം എന്നാണ് അറിയപ്പെടുന്നത്. വർഷത്തിൽ 2 ഉത്സവം നടക്കുന്നു. കുംഭമാസത്തിൽ 1-ാം തീയതി കൊടി കയറിയിട്ട് കുംഭത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കച്ചയർ എന്ന് പറയുന്ന അതിവിശേഷമായ ചടങ്ങോടുകൂടിയാണ് ഉത്സവത്തിൽ കൊടി ഇറങ്ങുന്നത്. 2ാമത്തേന്ന് പറഞ്ഞാൽ ചിങ്ങത്തിലെ ചതയത്തിന് കൊടി കയറി മകത്തിന് മകമഹോത്സവം, മകമെഴുന്നള്ളത്ത് എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഭഗവതിയുടെ എഴുന്നള്ളത്തോടു കൂടിയാണ് അതിന്റെ കൊടി ഇറങ്ങുന്നത്. വടക്കേക്കാവിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെങ്കിലും തെക്കേക്കാവിൽ ദർശനം നടത്താം. ബ്രാഹ്മണ പൂജയുമുണ്ട്. ഇവിടെ സൗമ്യഭാവത്തോടെയുള്ള ഭൂകാളിയാണ് പ്രതിഷ്ഠ. 2 ക്ഷേത്രങ്ങളാണ് നിലവിലുള്ളത്. വടക്കേക്കാവിലെ പ്രധാന ക്ഷേത്രവും തെക്കേക്കാവിലെ മറ്റൊരു ദേവീക്ഷേത്രവുമാണ്. വടക്കേക്കാവിൽ സ്ത്രീകൾക്ക് ദർശനമില്ലാത്തതുകൊണ്ട് തെക്കേക്കാവിലെ ദർശനത്തിന് വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നു. ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമാണ് ഈ വനപ്രദേശം. ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണത്വം ഈ വനമാണ്. 1947 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ദേവീക്ഷേത്രം. ചിങ്ങത്തിലും കുംഭത്തിലുമാണ് പ്രധാന ഉത്സവം. വാനരയൂട്ടാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. മാവേലിക്കര, പൊറ്റമേൽ കടവ്, പുലിയൂർ റൂട്ടിൽ സഞ്ചരിച്ചാൽ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ക്ഷേത്രത്തിലെത്താം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.